الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അർഹമർ റഹീമീൻ അല്ലാഹുവിൻ്റെ അടിമകളാണ് എന്നും ആ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണെന്ന ബോധ്യത്തോടെ പടച്ച റബ്ബിൻ്റെ കലാമ് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ വിട പറഞ്ഞു പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട നല്ല രൂപത്തിലുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ഒരു മരണത്തിന് വേണ്ടി സന്നദ്ധരാകുന്ന രൂപത്തിൽ എല്ലാ നിലക്കുമുള്ള വിശുദ്ധമായ ജീവിതം നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂൺ 3 നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനിരിക്കാം. നല്ല സ്കൂളുകളും ക്യാമ്പസുകളൊക്കെ നോക്കി മക്കളെ ഉയർന്ന പഠനത്തിലും നിലവാരത്തിലും എത്തിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ നെട്ടോട്ടത്തിലാണ് രക്ഷിതാക്കൾ. എല്ലാത്തിൻ്റെയും ഒടുവിൽ അവസാനം നമ്മൾ രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്ര ഭദ്രപ്പാടെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ട്, മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. ഈ നല്ല ഭാവി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും 90% ആളുകളും ഉദ്ദേശിക്കുന്നത് നല്ല സർട്ടിഫിക്കറ്റ്, നല്ല ബിരുദം, നല്ല സാലറി, നല്ല വരുമാനം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ഭാവി എങ്കിൽ നമ്മൾ വലിയൊരു പരാജയത്തെ കാത്തിരിക്കണം. ഏത് കോഴ്സാവട്ടെ, ഏത് വിദ്യാലയമാകട്ടെ, ഏത് സ്ഥാപനമാവട്ടെ, ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഭാവിയില്ല. അത്തരം ആളുകൾ എത്ര വലിയ കൂമ്പാരക്കണക്കിന് ബിരുദങ്ങളുമായി നടന്നു വന്നാലും നാട്ടിലെ അരാജകത്വത്തിൻ്റെ ജീർണതകളുടെ വക്താക്കളായി മാറുന്ന ഒരുപാട് വിദ്യാസമ്പന്നന്മാരെ നമ്മൾ ഇന്ന് കാണുകയാണ്. ക്രിമിനലുകളായ, കുറ്റവാളികളായ പലതിൻ്റെയും വലിയ പ്രതികളായി മാറിയവരുടെ ഡിഗ്രികൾ വെച്ച് നോക്കിയാൽ ഡോക്ടർമാർ മുതലുള്ളവർ ഇന്നത്തരം പ്രവർത്തനങ്ങളിലുണ്ട്.
ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇസ്ലാം അറിയാനും പഠിക്കാനും വിദ്യാസമ്പന്നരാവാനും നല്ല മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് ആ നന്മയിലേക്ക് ഏറ്റവും അധികം ഉന്നിട്ട് വരേണ്ടവർ അവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് അവരെ പഠിപ്പിക്കുന്നു. നീ വായിക്കണം, നീ പഠിക്കണം. ആദ്യമായി ഹിറാ ഗുഹയിൽ ഇറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ 1-ാമത്തെ വാചകം കൊണ്ടുവരുന്നത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യം ഇറങ്ങിയ 5 ആയത്തുകളിൽ 2 തവണയാണ് ഇഖ്റാ ഇഖ്റാ എന്ന് വീണ്ടും വീണ്ടും അല്ലാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. വായിക്കുക. മുസ്ലിമിന് ഒരിക്കലും അറിവിന്റെ പഠനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. വായനയെയും പഠനത്തെയും ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. എന്ന് മാത്രമല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അറിവുള്ളവരും ഉണ്ട്, അറിവ് ഇല്ലാത്തവരുമുണ്ട്. എന്നിട്ട് ഖുർആൻ ഈ 2 തരക്കാരെ വേർതിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് സൂറത്ത് സുമറിലൂടെ. കുൽ നബിയെ ചോദിക്ക്, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, അറിവുള്ളവർ സമന്മാരാകുമോ? വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരോടൊപ്പം 2 കൂട്ടരും ഒരിക്കലും ഒരുപോലെയാകുമോ നബിയെ? ചോദിക്കണം നിങ്ങൾ. ഓരോ കാര്യത്തെയും വ്യവച്ഛേദിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒന്നും പഠിക്കാതെ അറിയാതെ ഒരു ഹവക്കനുസരിച്ച് ജീവിക്കുന്നവനും ഒരുപോലെയല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും മുറ്റാലോചിക്കുന്നത് ബുദ്ധിമാന്മാരാണ്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരാണ്, കാര്യങ്ങളെ ചിന്തിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവമുള്ളവർ. അങ്ങനെയായി മാറാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ. ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ നമ്മളോട് അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വീണ്ടും അള്ളാഹിന്റെ ഖുർആൻ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഖുർആൻ മാത്രം പഠിച്ചാൽ മതി, ഹദീസ് മാത്രം പഠിച്ചാൽ മതി, മറ്റു കോഴ്സുകളൊന്നും നിങ്ങൾ പഠിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞില്ല. ഭൗതികമായ ഏത് ദറജയിലും ഏറ്റവും വലിയ ദറജകളിലുമൊക്കെ എത്താൻ നമുക്ക് പറ്റും, അനുവദിച്ചിട്ടുണ്ട്. ഹലാലായ ഏതേത് മാർഗത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ നമുക്ക് പറ്റും, ഉപയോഗിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിന്റെ ഓഹരി നീ മറന്നു പോകണ്ട. നിനക്ക് പറ്റാവുന്ന അനുവദിച്ച മേഖലകളൊക്കെ നീ കൈകാര്യം ചെയ്തോ. നമുക്ക് ഏത് കോളേജിലും ഏത് കോഴ്സിലും ഒക്കെ നമുക്ക് പഠിക്കാം. എൻ്റെ ദീനിന് എതിരാകരുത്. ആ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്ന വരുമാനം ഹറാമാകരുത്. ഞാൻ ആ ജോലി ചെയ്യുന്നതിലൂടെ ഒരു ഹറാമിന് പ്രോത്സാഹനമാകരുത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ആലോചിച്ച് രക്ഷിതാക്കളും കുടുംബവും ആലോചിച്ച് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ പഠിക്കാനെന്ന് മാത്രം. സഹോദരങ്ങളെ, നമ്മളൊന്ന് നേരാവണ്ണം ആലോചിച്ച് നോക്കിയാൽ ദീനിൻ്റെതായ വിഷയത്തിൽ ഈ വിഷയത്തെ പോലെ തന്നെ നമ്മൾ ഏത് കോഴ്സിനാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും രക്ഷിതാവ് എന്ന നിലക്ക് അയാൾ വീണ്ടും വീണ്ടും ആലോചിക്കണം, എൻ്റെ മകൻ്റെ മകളുടെ ദീന് സംരക്ഷിക്കപ്പെടുമോ? ഇവിടെ കൊണ്ടുപോയി ഞാൻ ചേർത്താൽ എൻ്റെ കുട്ടിൻ്റെ ദീനിയായ ആകെ അന്തരീക്ഷം മാറി അവസാനം കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മതവും വേണ്ട മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞ് പോണ കോലത്തിലേക്ക് ഇപ്പം വരുമെന്ന് ആദ്യം രക്ഷിതാവ് ചിന്തിക്കണം. ഒരു രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് എൻ്റെ മകൻ്റെ മകളുടെ എൻ്റെ കുട്ടിയുടെ ആരുടെ ആവട്ടെ അവരുടെ ദീന് സംരക്ഷിക്കപ്പെടണം. നല്ല ഹോസ്റ്റലാണ്, നല്ല ഗ്രൗണ്ടൊക്കെയുണ്ട്, പ്രശസ്തമായ സ്ഥാപനമാണ്, ഒരുപാട് A+കളൊക്കെയുള്ള സ്ഥാപനമാണ്. ശരി, ഒരു പ്ലസ് കൂടെ നമ്മൾ കാണണം. എൻ്റെ മക്കൾക്ക് എൻ്റെ മകന് അവിടെ നിന്ന് ദീൻ എന്ന പ്ലസ് കൂടെ കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോകരുത്. രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹവ്, തീർച്ചയായും ഈ ദുനിയാവ് ചില കളികളും വിനോദങ്ങളുമാണ്. ഇതൊക്കെ അവസാനിക്കും, ഇതൊക്കെ പെട്ടെന്ന് തീരും. ഇവിടുത്തെ സർട്ടിഫിക്കറ്റും ഇവിടുത്തെ ബിരുദങ്ങളും സാലറിയും ഒക്കെ ഏത് സമയത്തും എപ്പോഴും നഷ്ടപ്പെടാവുന്ന സാധനമാണ്.
ഇതിനേക്കാൾ വലിയ മുന്തിയ ഒരു ലോകം വരാനുണ്ട്. അതാണ് നമുക്ക് പ്രസക്തമായത്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. ഒന്നും വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന സിമ്പിളായ കാര്യങ്ങൾ തന്നെയാണ്. പരലോകാണ് വലുത്, അവിടെ രക്ഷപ്പെടലാണ് വിജയം. തഖ്വ പാലിക്കുന്ന ആളുകളെ ഖൈറായ ലോകം ആ പാരത്രികമായ സുഖാനുഭവങ്ങളുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ ഉള്ളതായിരിക്കണം നമ്മുടെ അറിവും പഠനവുമൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ ഖുർആൻ എനിക്കധികം നൽകണേ, എനിക്കധികം നൽകണേ എന്ന് പറയാൻ പറഞ്ഞത് ഇൽമാണ്, അറിവാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. സൂറത്ത് ത്വാഹയിലൂടെ നാം പഠിച്ചവരാണ്. നബിയെ നിങ്ങൾ പറയണം, പ്രാർത്ഥിക്കണം, റബ്ബി എൻ്റെ റബ്ബേ സിദ്നി ഇൽമാ, എനിക്ക് ഇൽമ് അധികരിപ്പിച്ചു നൽകണേ. ഇൽമുള്ളയാൾക്ക് സമ്പത്ത് കിട്ടിയാൽ കാര്യമുണ്ട്. ഇൽമുള്ളയാൾക്ക് അറിവ് കിട്ടിയിട്ട് ആ അറിവ് കൊണ്ട് ഒരുപാട് മേഖലയിൽ കൈവറ്റിയാൽ അയാൾക്ക് വലിയ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആ ഇൽമാണ് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ യാതൊരു ഉപകാരവുമില്ലാതെ, തനിക്ക് ഉപകാരമല്ല, കുടുംബത്തിന് ഉപകാരമല്ല, നാട്ടുകാർക്ക് ഉപകാരമല്ല, ഭയങ്കര ഇൽമുള്ളവനാണ്, കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 4 കാര്യങ്ങളിൽ നിന്ന് നബി തങ്ങൾ ദുആ ചെയ്ത് കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. 1, അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒരു ഉപകാരവുമില്ലാത്ത, ദുനിയാവും ആഖിറവും കിട്ടാത്ത, ഒരു ഫലവും ലഭിക്കാത്ത അറിവുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അതെനിക്കുണ്ടാവരുത്. 2, വമിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ നിന്നെ പേടിക്കാത്ത, ഭയപ്പെടാത്ത, കീഴ്പ്പെടാത്ത, വിനയപ്പെടാത്ത ഖൽബിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഖൽബുണ്ട്, പടച്ചോനെ പേടില്ല, എനിക്ക് ആ അവസ്ഥയുണ്ടാക്കരുത് റബ്ബേ. 3, വമിൻ നഫ്സിൻ ലാ തശ്ബ. എത്ര കിട്ടിയാലും എത്ര ലഭിച്ചാലും മതിയാവാത്ത, നിറയാത്ത, തൃപ്തനാവാത്ത ആളുടെ മാനസികാവസ്ഥയിൽ നിന്ന് എന്ത് കിട്ടിയാലും അയാൾ സാറ്റിസ്ഫൈഡ് അല്ല, എത്ര കിട്ടിയാലും അയാൾ മതിയാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് എൻ്റെ കാവൽ എനിക്ക് നൽകണം റബ്ബേ. 4, വമിൻ ദുആഇൻ ലാ യുസ്മഅ. എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ആദ്യം പറഞ്ഞത് ഉപകാരമില്ലാത്ത ഇൽമ എനിക്ക് തരരുത് പടച്ചോനെ. ഓരോ ദിവസത്തിലും നമ്മൾ അങ്ങനെ ചിന്തിക്കണം, എനിക്ക് എന്ന് ഒരുപാട് അറിവ് ലഭിക്കണം, എനിക്ക് ഉപകാരമുണ്ടാകണമെന്ന്. മദ്രസാ സംവിധാനങ്ങൾ എന്തിനാണ്? ദീന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഉപകാരമുള്ള ഇൽമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. CRE സംവിധാനങ്ങൾ എന്തിനാ? കേരളത്തിൻ്റെ ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ എന്തിനാണ് ഇത് നൽകുന്നത്? ആ മക്കൾക്ക് ദീനിയായ തിരിച്ചറിവുണ്ടാക്കാനാണ്. മറ്റാരും കൊടുക്കാത്തത് കൊടുക്കാൻ തന്നെയാണ്. അറബി കോളേജ് സംവിധാനങ്ങൾ എന്തിനാണ്? ഹിഫ്ള് കോളേജുകൾ എന്തിനാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും യഥാർത്ഥ ഉപകാരമുള്ള അറിവും ഉണ്ടാക്കാനാണ്. ആ അറിവ് ഒരാൾക്ക് ലഭിച്ചാൽ 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും. മതപരമായി നല്ല വിവരം ഒരാൾക്ക് കിട്ടിയാൽ 5 പ്രധാന നേട്ടങ്ങൾ ലഭിക്കും. 1, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്നത് ഇൽമുള്ളവരാണ്. പൈസക്കാരല്ല, രാഷ്ട്രീയക്കാരല്ല, അധികാരികളല്ല, ഇൽമുള്ളവർക്കാണ്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ഉലമാക്കന്മാരാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. ആകെ മോഹിക്കണം, ആർക്കും പറ്റും, ഏത് പ്രായക്കാരനും പറ്റും. 2, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് കൊടുക്കുക. യുഅ്തൽ ഹിക്മത മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ഹിക്മത്ത്, വിജ്ഞാനം. ഒരാൾക്കത് ലഭിക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ വല്ലാത്തൊരു ഹിക്മത്ത്, മശീഅത്താണ് കിട്ടിയിരിക്കുന്നത്. 3, ആർക്കെങ്കിലും അത്തരത്തിൽ മതപരമായ നല്ല വിജ്ഞാനങ്ങൾ കിട്ടിയാൽ അവന് ലഭിക്കുന്നത് ധാരാളം ഖൈർ കിട്ടിയവനാണ്.
വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ആർക്കെങ്കിലും വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവന് ധാരാളം ഖൈറാണ് ലഭിക്കുന്നത്. ഇതൊക്കെ ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മുളപൊട്ടേണ്ട സംഭവങ്ങളാണ്. എത്ര വഴുത് കേട്ടാലും എത്ര ഹുതുബ കേട്ടാലും തലക്ക് കയറാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാൻ്റെ കലാമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഇൽമു കൊടുത്ത് ഏത് കോഴ്സവൻ പഠിക്കട്ടെ, ദീന് കൈവിട്ടു പോകരുത്. ഇപ്പൊ ചില മക്കളും തന്നെ അത്തരം സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലൊക്കെ എത്തിയിട്ട് പോലും അതിനേക്കാൾ അവർക്കിഷ്ടം ദുനിയവിയായ പല കാര്യങ്ങളോടുമായി മാറുമ്പോൾ അവർ സ്വയം ചിന്തിക്കണം, പടച്ചവൻ ഇത്രയും വലിയ ഹൈറിൽ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ അതിനേക്കാൾ ഏറ്റവും നിലവാരം താഴ്ന്നതിനെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്? 4 വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. പടച്ചോന്റെ അടുത്തുനിന്ന് ഉയർന്ന ദറജകൾ കിട്ടുന്നത് ആർക്കാണ്? ഇൽമുള്ളവർക്കാണ്. പടച്ചോന്റെ ദറജ, അള്ളാന്റെ അടുത്ത് സ്ഥാനം. 5 ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പേടിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഉലമാക്കന്മാർക്കാണ്. ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ കണ്ടറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നത് ഉലമാക്കന്മാർക്കാണ്. അതുകൊണ്ടാണ് അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ സുപ്രധാനമായി രക്ഷിതാക്കൾ ഈ സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തോടെ തൊട്ടടുത്ത നാളുകളിലൊക്കെ പുതിയ കോഴ്സുകളും ഡിഗ്രിയൊക്കെ ആരംഭിക്കാൻ പോകുന്ന സന്ദർഭത്തിലൊക്കെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാവണം, എൻ്റെ കുട്ടി രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെയുള്ള നമസ്കാരങ്ങൾ എൻ്റെ കുട്ടിക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കണം. എത്ര പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ? മറ്റെല്ലാം നമ്മൾ ആലോചിക്കുന്നു. സ്വലാത്തുൽ ജമാഅ, പ്രായപൂർത്തിയെത്തിയ വകതിരിവുള്ള മനുഷ്യർക്ക് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ആ ജമാഅത്തായ അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥാപനമാണോ എന്ന് ആലോചിക്കണം. ജുമുഅക്ക് പോകാൻ സമ്മതിക്കാത്ത വിദ്യാലയങ്ങളിൽ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ നിയമങ്ങളിൽ പോലും ചിലരൊക്കെ പരസ്യമായി പറയുന്നവർ പോലുണ്ട്. അതൊന്നും കോളേജ് അനുവദിക്കുന്നതല്ല. പിന്നെയും അവിടെ പോയി അഡ്മിഷൻ കിട്ടുമോ എന്ന് തിരയുന്നവർ എന്ത് മോഹിച്ചാണ് അവിടെ എത്തപ്പെടുന്നത്? ബഹിഷ്കരിക്കണം. ആര്? ഈ സമുദായം ബഹിഷ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുട്ടിയുടെ സ്വലാത്തുൽ ജമാഅയും എൻ്റെ കുട്ടിയുടെ ജുമുഅയും നഷ്ടപ്പെടാത്തതായിരിക്കണം അവർ പഠിക്കുന്ന സ്ഥാപനം. അതോടൊപ്പം തന്നെ അവൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്തുന്ന സ്ഥാപനങ്ങളിലെ വേഷവിധാനങ്ങൾ ഇസ്ലാമിനെ നിരക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ ഇല്ല, നമുക്കവിടെ മറ്റൊന്നും മോഹിക്കാനില്ല. ഒരു പുരുഷൻ ഒരു ആൺകുട്ടിയുടെ വസ്ത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂണിഫോം ഏത് കളറാവട്ടെ, മാസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെയായി ധരിക്കുന്ന വസ്ത്രം നരകത്തിലാണ്. അവൻ്റെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇനി ഏത് നടന്മാർ ഏത് നടിമാരി എന്തൊക്കെ കോലം കൊണ്ട് വന്നാലും ഒരു പുരുഷന്റെ ഇസ്ലാമിക യൂണിഫോമിറ്റി അവിടെ പറയുകയാണ്. ഒരു പെണ്ണ് മറക്കാൻ പറ്റുന്നിടത്തോളം മറക്കലാണ് അവരുടെ ഇസ്ലാമിക മര്യാദ. അവർക്കൊരു പക്ഷേ സ്ഥാപനത്തിനൊരു യൂണിഫോം ഉണ്ടാകാം. സഹോദരങ്ങളെ, തലമുടി മറക്കാത്ത, കഴുത്ത് മറക്കാത്ത, മാറു മറക്കാത്ത, കാലു മറക്കാത്ത ആയിരക്കണക്കിന് മക്കളാണ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത്. കാണുന്നുണ്ട് നമ്മൾ. ആരാണവർ? നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരാണ്, നമ്മുടെ മക്കളാണവർ. ചില രക്ഷിതാക്കളൊക്കെ വല്ലാതെ ആശങ്കപ്പെടുകയാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിന് പരിഹാരം? നോക്കൂ, നിങ്ങൾ മദ്രസയിലേക്ക് നിഖാബ് ധരിച്ച് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് കയ്യിൽ സോക്സ് ധരിച്ച് മദ്രസയിൽ പോകുന്ന മക്കളുണ്ട്. എന്നാൽ അതേ മക്കൾ വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളിലേക്ക് പോകുന്നത് ഒരു ഷാള് പോലും ധരിക്കാതെയാണ്. ഒരു താൽക്കാലിക മദ്രസന്റെ യൂണിഫോം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ധൈര്യസമേതം ആലോചിക്കണം. ശരിയായ രൂപത്തിൽ ഏറ്റവും മാന്യമായ വേഷവിധാനം സ്വീകരിക്കുന്നവരായി മാറേണ്ടതുണ്ട്. തലമുടി വെട്ടുന്ന നമ്മുടെ മക്കൾ ധരിക്കുന്ന അവരുടെ മുടി വെട്ടുന്ന സിസ്റ്റത്തിൽ നാട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ ട്രെൻഡായി മാറുന്ന തലവെട്ടുന്ന പല രൂപത്തിലുള്ള മുടിവെട്ടുകാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇസ്ലാം ഒരു മുടിവെട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ബാർബർമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു അളവോളം അവരുടെ നിർബന്ധിത സാഹചര്യത്തിൽ ഏത് മോഡലാ വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ച് പറ്റാവുന്ന മോഡൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് വെട്ടിക്കൊടുക്കുന്നവരൊക്കെ ഒരു പാപഭാരം അയാൾ കൂടെ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് ചിന്തിക്കുക. അതേപോലെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടേത് ജൂതൻ്റെ മുടിവെട്ടായി മാറരുത്, സിനിമാ നടൻ്റെ മുടിവെട്ടായി മാറരുത്. ഏതെങ്കിലും ഇസ്ലാം വിരോധിച്ച മുടിക്കെട്ടുകളുമായി നമ്മുടെ കുട്ടി 24 മണിക്കൂർ അള്ളാഹുവിൻ്റെ ശാപത്തിനിരയാകുന്ന ഒരു മകനായി മകളായി മാറാതിരിക്കണം. ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നല്ല കൂട്ടുകാരെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം. അത് വലിയ മികച്ച അവരുടെ നിലവാരത്തിലെത്താൻ നമ്മുടെ മക്കൾ നന്നാകാനുള്ള നല്ലൊരു ശതമാനമാണ് നമ്മുടെ ഫ്രണ്ട്സാണ്, കുട്ടികളുടെ കൂട്ടുകാരാണ്. അവർ ആരാണെന്നിരിക്കും അവരുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ. റാങ്കും അതുപോലെ തന്നെ A+കൾക്കുമൊക്കെ പുറമേ നമ്മുടെ കുട്ടി സ്നേഹമുള്ള, ദയയുള്ള, കാരുണ്യമുള്ള മക്കളായി ഇസ്ലാമിൻ്റെ ആ ഒരു സംവിധാനത്തെ, ധാർമ്മികതയെ മുറുകെ പിടിക്കുന്നവരാകണം. അധ്യാപകന്മാരുടെ മെക്കെട്ട് കയറുന്ന, അവർക്കെതിരെ ഖരാപം മുഴക്കുന്ന, അവരെ കുറിച്ച് അപമാനിക്കുന്ന രൂപത്തിൽ പെരുമാറുന്ന അതബില്ലാത്ത കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാകരുത്. ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയല്ല, പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിലും എത്രയോ ആളുകൾ യാതൊരു കൂസലുമില്ലാതെ പച്ചയായ തെറിയഭിഷേകങ്ങൾ തൻ്റെ അധ്യാപകനെതിരെ ഒരു സമരമുറയുടെ ഭാഗമായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാണ് ഇയാൾ ഒരുപാട് നേരം അറിവ് പഠിക്കുന്നത് എന്ന ബോധം നഷ്ടപ്പെടുന്നവർ. അതമില്ലാത്തവരായി നമ്മുടെ മാറരുത്. നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനങ്ങളുടെ ചുറ്റുവട്ടത്ത് ലഹരി റാക്കറ്റുകൾ വലവിരിച്ചിട്ടുണ്ട്. നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കൂ. പുതിയ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം മുതൽ കർമ്മോത്സുകരായി അവർ നമുക്കിടയിലൂടെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം. ആരെയും പഴിചാരാനില്ല. ഞാനും നിങ്ങളുമാണ് ഉത്തരവാദികൾ. അത്തരം ആളുകളെ വിലങ്ങിടാൻ വേണ്ടതുപോലെ നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരും ഇറങ്ങേണ്ടതുണ്ട്. ലിബറലിസത്തിന്റെ വക്താക്കൾ, സർവ്വസ്വാതന്ത്ര്യവാദത്തിൻ്റെതായ കുത്തഴിഞ്ഞ ജീവിതത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ ആളുകളുണ്ട്, മതനിരാസത്തിന്റെ ആളുകളുണ്ട്, സെക്സ് റാക്കറ്റുകൾ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെയും നിങ്ങളുടെയും മക്കൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ഞാൻ ഇത്രയും പറഞ്ഞത്, ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ, നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്നത് കൊടുത്തില്ല എങ്കിൽ, നാളെ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, കാഫിരീങ്ങളായ ആളുകളുടെയൊക്കെ അവസ്ഥ പറയുന്നുണ്ട്. ഈ ദുനിയാവിൽ ആരാണോ അവരെ വഴിപിഴപ്പിച്ചത്, അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല, ഉപദേശം കിട്ടിയില്ല, ദീന് കൊടുത്തില്ല, നല്ല സ്ഥാപനം നോക്കി ചേർത്തില്ല, യാതൊന്നും ചെയ്യാതെ പോയാൽ നാളെ പരലോകത്ത് വന്ന് ചിലർ പറയും, എത്ര റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹ്, ഞങ്ങളുടെ മുമ്പിലൊന്ന് കൊടുന്ന് കാണിച്ചു തരുമോ? ഈ പരലോകത്ത് ഞങ്ങളുടെ മുമ്പിലൊന്ന് കൊടുന്ന് കാണിച്ചു തരുമോ? ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും ഞങ്ങളെ പിഴപ്പിച്ച, വഴിതെറ്റിച്ച ആരാണെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവന്ന് തരുമോ? നജ്അൽഹുമാ തഹ്ത ഖദാമിനാ, ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവന്ന് തരുമോ? ചവിട്ടി മെതിക്കാൻ. ഞങ്ങളെ ഈ കോലത്തിലേക്ക് എത്തിച്ചത് അവരാണ്, ഞങ്ങളെ പിഴപ്പിച്ചത് അവരാണ് എന്ന് പറഞ്ഞ് നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു മകൻ, നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു മകളുണ്ടെങ്കിൽ നാളെ നമ്മുടെ വിലാപം എത്രയെന്ന് ആലോചിച്ച് നോക്കൂ. നജ്അൽഹുമാ തഹ്ത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഏറ്റവും അധമന്മാരിൽ അധമന്മാരാക്കി അവരെ തരം താഴ്ത്താൻ ഞങ്ങളുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് വെച്ച് തരുമോ അല്ലാ എന്ന് അവർ പറയുന്ന ഒരു രംഗം നമ്മുടെ മേർക്ക് വരാതിരിക്കാൻ ഒരു രക്ഷിതാവ്, ഒരു ബാപ്പ, ഒരു ഉമ്മ തൻ്റെ കൃത്യമായ ചുമതലാബോധത്തോടെ, ഉത്തരവാദിത്വത്തോടെ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ധാരാളം അറിവ് നേടി ദീനിനും അതുപോലെ തന്നെ നാടിനും നമ്മുടെ മഹല്ലുകൾക്കൊക്കെ ഉപകരിക്കുന്ന, രാജ്യത്തെ ഉന്നതമായ പദവികൾ കൈവരിക്കാൻ പറ്റുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല മക്കളെ അല്ലാഹു നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് വിനയാന്വിതരായ താഴ്മയുള്ള അടിമകളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1987 മുതൽ മെയ് 31 WHO കീഴിൽ ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളും അത് വലിക്കുന്നവരും പുകക്കുന്നവരുമൊക്കെ ആയിക്കൊണ്ട് ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 70-ൽ പരം ക്യാൻസർ പരത്തുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഈ പുകയില പരസ്യമായി വലിച്ചു നടക്കുന്ന മുസ്ലിങ്ങളെ കാണുമ്പോൾ ഏറെ സങ്കടം തോന്നുകയാണ്. നാട്ടിൽ രോഗികളുടേതായ നോർമലി യാതൊരു കാരണവുമില്ലാതെ എത്രയോ രോഗികൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പിലോട് പ്രദേശത്തുള്ള മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 10ാം ക്ലാസ്സുകാരനാണ്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. 8 ലക്ഷം രൂപ വേണമെന്നും അതിൻ്റെ ധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി ഉറപ്പെടുത്തുക. ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഒരു ഭാഗത്ത് പടരുമ്പോൾ രോഗം വരുമെന്ന് ഉറപ്പുള്ള സാധനങ്ങളെ വേടിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കുന്ന മനുഷ്യർ അറിയുമോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തിന് നൽകുന്ന ഒരു കണക്കുണ്ട്. ഒരു വർഷത്തിൽ ശരാശരി 6 ദശലക്ഷം മരണങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ കാരണം കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ വിപത്തിനി എന്ത് സൂചിപ്പിക്കാനുണ്ട്? ലോകത്ത് തടയാൻ പറ്റുന്ന മരണകാരണങ്ങളിൽ ഒന്നാമത്തേത് ലഹരിയാണ്. തടയാൻ പറ്റാവുന്നതാണ്. സഹോദരങ്ങളെ, ഹൃദയാഘാതം സംഭവിക്കുന്നു, മസ്തിഷ്കാഘാതം സംഭവിക്കുന്നു, DPC എന്ന മാരകമായ അസുഖം ബാധിക്കുന്നു, എംഫിസെമ ക്യാൻസറിൻ്റെ വിവിധങ്ങളായ ഇനങ്ങൾ ബാധിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിരിക്കെ സ്വന്തമായി അത് വലിക്കുന്നു എന്ന് മാത്രമല്ല, നിരപരാധികളായ രോഗികൾ അല്ലെങ്കിൽ രോഗികളെ ഉണ്ടാക്കുന്ന പുക കൊടുത്തുകൊണ്ട് ഇവൻ ചെയ്യുന്ന ക്രൂരതയെ നമ്മൾ എന്താ തിരിച്ചറിയാത്തത്? കൊലപാതകത്തെ പോലെ കാണേണ്ടുന്ന മറ്റുള്ളവരെ കൊന്നൊടുക്കുകയാണ് ഇവൻ. സമ്പത്ത് ഒരു കാരണവുമില്ലാതെ നശിപ്പിച്ചു കളയുകയാണ്. സമയം മുഴുവൻ ഇത്തരം വലിക്കുന്ന അത്രയും മണിക്കൂറുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു നമ്മളോട്, മുസ്ലിമീങ്ങളെ നമുക്കത് പറ്റൂല. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പറയാണ്, നിങ്ങൾക്ക് എന്താ ഹലാല്? നല്ലതായ വിശിഷ്ട ഗുണങ്ങളുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായ മോശപ്പെട്ട അപകടകാരികളായ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഹറാമാണ്. ഇനി ഓരോന്ന് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. മ്ലേച്ഛമായ അപകടമുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മേൽ അല്ലാഹ് ഹറാമാക്കിയതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളെ കൊന്നുകളയരുത്, സ്വന്തത്തിനെ കൊന്നുകളയരുത്. ഇത് സ്വയം കൊല്ലലാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. അറിഞ്ഞുകൊണ്ട് നാശം വേടിച്ചു വരുത്തരുത്. ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ അവരുടെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലും എത്ര പ്രയാസമാണ്. അവർ പള്ളിയിൽ വരുമ്പോഴുണ്ടാകുന്ന നാറ്റം എത്രയാണ്. ആ നിലക്ക് അയാളുമായി ബന്ധപ്പെട്ട മക്കള്, ഭാര്യ, കുടുംബം എത്രമാത്രം ഈ വിഷയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിഷിദ്ധമാണ്. ചിലർ പരസ്യമായിട്ട് വലിച്ചടക്കും, ചിലർ രഹസ്യമായി കൊണ്ടു നടക്കും. പ്രസ്ഥാനക്കാരുടെ ഇടയിൽ അവൻ വലിക്കുന്നില്ല, നാട്ടുകാരുടെ ഇടയിൽ അവൻ വലിക്കുന്നില്ല. സ്വകാര്യതകളിൽ ചാൻസ് കിട്ടുമ്പോ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്ന് വലിക്കുന്നവനുണ്ടെങ്കിൽ നീയും ഹറാമിലാണ്. കുല്ലു മുസ്കിരിൻ ഹറാം,
ഹറാം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ആ കാരണത്താൽ തന്നെ നമുക്കൊരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റില്ല, സംശയമില്ല. കച്ചവടക്കാരാ, വേടിച്ചു ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം എങ്ങനെയാ നിനക്ക് വിൽക്കാൻ പറ്റുക? എല്ലാ കടയിലുണ്ട്. ചെറിയ പെട്ടിപ്പേടിക മുതൽ ഇതിൻ്റെ ലാഭം കൊണ്ട് ജീവിക്കുന്നവരെ നീ വിചാരിക്കുന്നുണ്ടോ നീ സുഖിക്കുകയാണെന്ന്? ഈ നാട്ടിൽ ഏറ്റവും അധികം ക്യാൻസർ പരത്തുന്ന കച്ചവടക്കാരൻ നീയാണ്. സംശയിക്കേണ്ട, നീ വേറെ ആളെ ചുകണ്ടല്ല, നീ തന്നെയാണ്. കാരണം ഇത് ക്യാൻസറിന് കാരണമാണെന്ന് എഴുതി വെച്ച സാധനം നീ നിയമലംഘനങ്ങൾക്കപ്പുറത്ത് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ പൈസ ഹറാമാണ്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, ഇതൊരു സത്യമാണ്. കച്ചവടക്കാരെ, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ എവിടെങ്കിലും ഒരു മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ, ഒരു പൊട്ട്, ഈ നാട്ടിലെ ആളുകൾക്ക് രോഗം കൊടുക്കുന്ന, ക്യാൻസർ കൊടുക്കണ ഈ സാധനത്തിൻ്റെ ഒരു 5 നയാ പൈസ എനിക്ക് വേണ്ട എന്ന് ആത്മാഭിമാനത്തോടെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ നീ ആൺകുട്ടിയാണ്. എഴുതി വെക്കണം, ഇവിടെ ഞാനത് സാധനം കൊടുക്കൂല. എന്നിട്ട് നീ ഇസ്സത്ത് കാണിക്ക്, എന്നിട്ട് നീ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാണിക്ക്, എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് ക്രെഡിറ്റ് പറയാൻ, അങ്ങനെ ധൈര്യം കാണിക്കാൻ കച്ചവടക്കാരെ നമ്മൾ സന്നദ്ധരാവണം. വിലാപങ്ങൾ കൊണ്ട് കാര്യം മാത്രമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഫലസ്തീനിൽ ഒക്ടോബർ മാസത്തിന് മേലെ ഏകദേശം 8 മാസക്കാലമായി കൂട്ടക്കുരുതി നടക്കുകയാണ്. റഫയിലും അതിർത്തികളിലും വരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ തീയിട്ട് കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങൾ കാണാൻ തുടങ്ങി. എത്രയെത്ര മാരകമായ വിപത്തുകൾ ആ പ്രദേശത്തെ വീണ്ടും എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ കൂട്ടക്കുരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൻ്റെ അകത്തുനിന്ന് ഇനിയും പ്രാർത്ഥനകളില്ലാതെ പോകരുത്. നിലക്കാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ നാളുകളിലായി 36,000-ലധികം വരുന്ന ആളുകൾ മരണപ്പെട്ടു. 82,000-ലധികം ആളുകൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നും പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി, സുരക്ഷിതമായ നാളേക്ക് വേണ്ടി നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളെ വീണ്ടും ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ നാളുകൾ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എല്ലാവിധ പരാജയങ്ങളും നീ നൽകണമേ റഹ്മാനെ. അവരെ നീ, അല്ലാഹുവേ, അവരുടെ കുതന്ത്രങ്ങളെ നീ നശിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പല സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ സാമ്പത്തികമായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ വലിയ ഘട്ടത്തിൽ സഹായിച്ച അബുദാബിയിലുള്ള ഒരു സഹോദരൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു ആ മാതാവിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ആലുവയിലുള്ള ഒരു വൃദ്ധയായ ഉമ്മ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നമസ്കരിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു ഉമ്മയുണ്ട്. അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗികളായ ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ശിവപ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഞങ്ങൾക്ക് ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണമേ. സമൂഹത്തിനിടയിൽ ധാരാളം അപച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. മാറാ രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നീ അല്ലാഹുവേ സുരക്ഷ നൽകണമേ. മഴയുടെ കെടുതികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് ആശ്വാസം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ സംരക്ഷിച്ച്, ഞങ്ങളെ വളർത്തിയ, ഞങ്ങളെ ഇക്കോലത്തിലേക്ക് വളർത്തി ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് നീ അല്ലാഹുവേ നിൻ്റെ കാരുണ്യം നൽകണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.